നമസ്കാരം. ലോകമെമ്പാടുമുള്ള ബഹുമാന്യനായ സഹോദരി സഹോദരന്മാരെ, ഞാൻ ജോർജ് കതിരിക്കാടൻ. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം 2 വീഡിയോ ഇറക്കിയിരുന്നു, നമ്മുടെ സമുദായ സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചു. ഈ ബൂളോയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ബൂളോ പറഞ്ഞിരിക്കുന്നത് ഈ വിധത്തിലാണെങ്കിൽ, കാരണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഞാൻ 10-ാം പീസ് മാർപ്പാപ്പ ഞാൻ ഈ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന ലോകത്തിൽ ഒരു ശക്തിക്കും തിരുത്താൻ പറ്റത്തില്ല എന്നതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കേസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയത് എന്ന് ചോദിച്ചത്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളൊരു വിശദമായ ഒരു മറുപടി, അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വിശദമായിട്ട് എല്ലാ ജനങ്ങളും, ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന ഞായറാഴ്ച, അതായത് മെയ് 24-ാം തീയതി കോട്ടയം മാമമാപ്പുള ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി സമാധാനപരമായ ഒരു ജനറൽ കൺവെൻഷൻ അവിടെ നടത്തുന്നതായിരിക്കും. ഒരു മീറ്റിംഗ് അവിടെ ഉണ്ട്. ആ മീറ്റിങ്ങിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ, കഴിയാവുന്നിടത്തോളം ക്രാനായക്കാർ, എല്ലാ ഇടവക്കാരും അതിൽ വന്ന് സഹകരിക്കണം. ആ മീറ്റിംഗ് നമുക്ക് വിജയിപ്പിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ കേസ് തോൽക്കാനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്നുള്ളത്, ഈ കേസിനെക്കുറിച്ച്, കേസ് നടത്താനൊക്കെ കൂടിയ വക്കീൽമാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അവരിതേക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു വിശദീകരണം തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ വേറെ വ്യക്തിവൈരാഗ്യങ്ങളോ അന്ധവിശ്വാസങ്ങളോ അടിമത്തോ ഇതെല്ലാം നിർത്തിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി KCC, KCWA, KCYL, മിഷൻ ലീഗ് എന്നുവേണ്ടി ഈ സംഘടനകളെല്ലാവരും നമുക്കെല്ലാവർക്കും ഒന്നു ചേരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. സീറോ മലബാർ സഭ വർഷങ്ങളായി നമ്മുടെ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കുന്നശ്ശേരി പിതാവിൻ്റെ കാലം വരെ അവർക്കതിന് സാധിച്ചില്ല. വീണ്ടും നമ്മുടെ സമുദായത്തിൽ നിന്നും വൈദിക ജീവിതം അവസാനിപ്പിച്ച് വല്ലംറോസിൻ സഭയിലേക്ക് പോയ ഒരു വൈദികൻ മാർ മാത്യു മൂലക്കാടിന് മാർ മർത്തിവിധേയത്തിൽ സീറോ മലബാർ സഭയുടെ പ്രേരണയോടുകൂടി എന്തൊക്കെയോ ഓഫറുകൾ കൊടുത്ത് ഇങ്ങേരെ സഹായമെത്രാനായി നമ്മുടെ കോട്ടയം രൂപതയിലേക്ക് അയച്ചു. പക്ഷേ നമ്മൾ അങ്ങേരെ വളരെ ആദരവോടും സ്നേഹത്തോടും അങ്ങേരെ സ്വീകരിച്ചു. നമ്മുടെ മെത്രാനായി നമ്മൾ കൊണ്ടു നടന്നു. മക്കളെ പൊന്നു മക്കളെ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഗ്രാനായ സമുദായത്തിൻ്റെ കഴുത്തറക്കുകയാണ് ഈ മെത്രാൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊലിയൂടെ വിടാനുണ്ട്, അത്രയേ ഉള്ളൂ. കഴുത്തറത്തിട്ടിരിക്കുകയാണ്. ആ തൊലി വിടിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞ, മക്കളെ നമുക്ക് ഇത് സുപ്രീം കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോയിട്ട് അനുയോജ്യമായ വിധി മേടിക്കാനും, സുപ്രീം കോടതിയിൽ പോയി നമ്മളൊന്നും വിജയിക്കാനും പോകുന്നില്ലൊന്നുമില്ല. അപ്പോൾ ഇതേക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ ദീർഘിപ്പിച്ചു വയ്ക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഞായറാഴ്ച, അതായത് മെയ് 24-ാം തീയതി എല്ലാവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മാക്സിമം പരിശ്രമിക്കണം. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഇടവകയായ നീണ്ടൂപ്പള്ളിയിൽ നിന്ന് 2 ബസ്സുണ്ട്. ഉച്ചയ്ക്ക് 1:30 ആകുമ്പം ആ ബസ് നീണ്ടൂർ പള്ളിയിൽ നിന്നും വിടുന്നതായിരിക്കും. അതുകൂടാതെ ഇങ്ങേര് കാണിച്ച കുറച്ച് കള്ളത്തരങ്ങൾ ഞാൻ ഇതിൻ്റെ പുറകെ ഒരു വീഡിയോയിൽ കാണിക്കാം. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട ക്നാനായ മക്കളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങൾ ഭക്തിപൂർവം നാം പങ്കുചേരുന്ന ദിവസങ്ങളാണ് ഇവ. ക്നാനായക്കാരല്ലാത്ത ഒരു വ്യക്തിക്കും കോട്ടയം രൂപതയിൽ ഒരു കാലത്തും അംഗമാകാൻ സാധിക്കുകയില്ല. എൻഡോഗമസ് ആയിട്ടുള്ള ഇടവക ഒരു സ്ഥലത്ത് നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടില്ല. കോട്ടയം രൂപതയും എൻഡോഗമസ് ആയിട്ടല്ല. ക്നാനായ സമുദായത്തിൻ്റെയും അതിനായി സ്ഥാപിതമായിരിക്കുന്ന കോട്ടയം അതിരൂപതയുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം.
ശാന്തമായിട്ട് ചിന്തിച്ചേ പറ്റൂ മക്കളെ. നിങ്ങളെ ഇത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. നമ്മൾ ഈ ജ്ഞാനായം എന്ന് എഴുതി ചേർക്കാൻ, നമ്മുടെ പള്ളികളുടെ കാര്യം എഴുതി ചേർക്കാൻ ആഗ്രഹിച്ചതിന്റെ കാരണം നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തും പള്ളികൾ വന്നപ്പോൾ ജ്ഞാനായ പള്ളിയാണെന്ന് അറിയാനുള്ള ഒരു മാർഗത്തിന് വേണ്ടി ചേർക്കാം. രൂപതയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ എങ്ങും രൂപത സ്ഥാപനം മുതൽ എങ്ങനെ ജ്ഞാനായ എന്നുള്ള വാക്ക് ചേർത്തിട്ടില്ല. മനസ്സിലായി. പിന്നെ പോരാത്തത് നിങ്ങൾ അവിടെ നിന്നും സർവ്വസംഗതി കേൾക്കുക. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അവിടെ കൂടി ഇതിനൊരു തീരുമാനം ഒന്ന് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കരുത്. മെയ് 24-ാം തീയതി സമാധാനപരമായിട്ട് നമ്മൾക്ക് ഒരു കൺവെൻഷൻ ഇവിടെ മാമൻ മാപ്പിള ഹോളിൽ വെച്ച് നടത്തുവാണ്. ഉച്ചയ്ക്ക് 2:30-ക്കാണ്. എല്ലാവരും വരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.